Hello everyone, welcome back to my YouTube channel and welcome to my kitchen. Welcome to my kitchen എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കാനും ഫോട്ടോയും സ്റ്റോറിയൊക്കെ എടുക്കാൻ മാത്രമേ ഞാൻ ഇങ്ങോട്ട് വരാറുള്ളൂ. But ഇന്ന് we are here because this is going to be a random video in which I'm going to make a favorite dish of mine. Going to make എന്ന് പറയാനും പറ്റത്തില്ല കേട്ടോ. I'm trying to make a favorite dish of mine. മാങ്ങാപ്പുളിശ്ശേരി. മാങ്ങാപ്പുളിശ്ശേരി എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഈ ചോറിൻ്റെ കൂടെ ആ മാങ്ങ ഇട്ടിങ്ങനെ ഞവടി കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു മധുരം പുളി ഐ ലവ് ഇറ്റ്. ലാസ്റ്റ് ഞാൻ മാങ്ങാപ്പുളിശ്ശേരി കഴിച്ചത് കോട്ടയത്ത് സ്നേഹയുടെ വീട്ടിൽ പോയപ്പോഴാണ്. അപ്പോൾ അവിടുത്തെ മമ്മി നമുക്കൊരു കുറേ നോൺ വെജ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഈ മാങ്ങാപ്പുളിശ്ശേരി കണ്ടപ്പോഴത്തേനും ശരിക്കും പറയാം ബീഫിൻ്റെ കൂടെ ഈ മാങ്ങാപ്പുളിശ്ശേരിയൊക്കെ ഇട്ട് നല്ല ചൂട് ചോറൊക്കെ കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടല്ലോ. ഇന്ന് അതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ മാങ്ങാപ്പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നത് പഠിക്കാൻ കൂടി വേണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാങ്ങ സ്പോൺസർ ചെയ്തിരിക്കുന്നത് റോഷനാണ്. സോ റോഷൻ, ഇഫ് യു വാച്ചിങ്, താങ്ക് യു സോ മച്ച് ഫോർ ദ മാങ്ങാസ്. അപ്പം റോഷൻ തന്ന മാങ്ങ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ മാങ്ങയാണ്. പക്ഷെ അത് ഇത് കുറച്ച് സൈസുള്ള മാങ്ങയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാൻ ചെറിയ നാട്ടുമാവിലെ മാങ്ങ ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് അത് ഫുള്ള് വായിലിട്ട് ഇങ്ങനെ ഫുൾ അത് മൊത്തം കഴിക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ഇത് വലിയ മാങ്ങ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വ്ലോഗിൽ ഇന്ന് ഈ മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന മെയിൻ ഷെഫ് പറഞ്ഞിരിക്കുന്നത് മാങ്ങ ചിലപ്പോൾ നമുക്ക് രണ്ടായിട്ട് മുറിക്കേണ്ടി വരും എന്നൊക്കെയാണ്. എനിവേ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെ ഒന്ന് പഠിക്കണം. അത്രേ ഉള്ള സംഭവം. സോ വെൽക്കം ടു അനദർ വ്ലോഗ് ഓഫ് മൈൻ. ദാറ്റ് ഈസ് മാങ്ങ പുളിശ്ശേരി വ്ലോഗ്. ഇതാണ് നമ്മുടെ മാങ്ങ പുളിശ്ശേരി വയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഷെഫ് മേഴ്സി പാപ്പച്ചൻ. ആൻഡ് നമ്മുടെ മാങ്ങ പുളിശ്ശേരിയുടെ മെയിൻ കണ്ടന്റ് ഇതാണ് റോഷൻ എന്ന മാങ്ങ. മാങ്ങയുടെ പേരെന്താന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. സോ നമുക്കിനി ആദ്യമേ മാങ്ങ ഇതാക്കി നോക്കണം. അല്ലേ മാങ്ങ എന്ത് ചെയ്യണം? അതിൻ്റെ തൊലി കളഞ്ഞ് നോക്കണം. തൊലി കളയുമ്പോഴേ അറിയത്തുള്ളൂ പുഴു എല്ലാം ഉണ്ടോന്ന്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. When we started to shine, we started crave. Oh, I pray the Lord to free me. I've fallen for a dead love that anyway couldn't be. സോ നമ്മുടെ മെയിൻ കണ്ടന്റ് മാംഗോ റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് കറിവേപ്പില വേണം, ദെൻ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ദെൻ സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും. ഇനി കടുക് ഇടണം. വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനകത്ത് അല്പം കടുക്, ഈ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് എന്നിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിന് പച്ചമുളക് ഇടണം അല്ലേ? പച്ചമുളകും അല്പം സവോളയും. കടുകപ്പം പൊട്ടിക്കഴിയുമ്പോൾ ഈ സവാള അരിഞ്ഞതും പച്ചമുളകും കൂടി ഇടണം. അല്പം മഞ്ഞപ്പൊടി ചേർത്ത് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കട്ടെ. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട് എപ്പോഴാണല്ലോ എൻ്റെ കൈ ഇതിൻ്റെ അകത്ത് വന്നത്. ഓക്കെ, കറിവേപ്പില. ഇനി കറിവേപ്പില ഇടണം. കറിവേപ്പില ഇടുമ്പോൾ പുഴുവൊന്നും ഇല്ല നോക്കിയിട്ട് വേണം ഇടാൻ. കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ്. കഴുകി എല്ലാം നോക്കി ലോ ഫ്ലെയിമിലല്ല നമ്മൾ ഇട്ടേക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലപോലെ
ഇളക്കിയിട്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും നമ്മളപ്പോൾ ഓൾറെഡി എന്തൊക്കെയായിരുന്നു അരച്ച് വെച്ചിരുന്നത്? ജീരകം, ജീരകം, വെളുത്തുള്ളി, വെളുത്തുള്ളി, തേങ്ങ, നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്ന എന്നൊക്കെയായിരുന്നു ഒന്നുകൂടി പറയുന്നത്? ജീരകം, തേങ്ങ, ജീരകം, 2 കിള വെളുത്തുള്ളി, 2 വെളുത്തുള്ളി. 2 വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ 2 ചുള, 2 ചുള എന്ന് പറയാം, 2 അല്ലി, 2 അല്ലി വെളുത്തുള്ളി. ദെൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇത് വരുന്നുണ്ടല്ലേ, മാങ്ങാപ്പുളിശ്ശേരിയുടെ ആ സാധനം. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ അകത്ത് അപ്പം നമ്മൾ തൈര് ആഡ് ചെയ്യണ്ടേ? പക്ഷെ ഇതിന് പുളിയില്ല, അപ്പം നമ്മൾ ഇച്ചിരി തൈര് അതിൻ്റെ കൂടെ ചേർക്കാം. ആ, ദാറ്റ് വാസ് മൈ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അകത്ത് എവിടെ നമ്മൾ തൈര്, പുളിശ്ശേരി എന്ന് പറയുമ്പോൾ തൈരും കൂടി വരുമ്പോൾ അല്ലേ കറക്റ്റ് ആവത്തുള്ളൂ. അതിന് പുളി ഉണ്ടെങ്കിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് നമ്മൾ ഇട്ടായിരുന്നല്ലോ ഓൾറെഡി. നോക്ക് ഉപ്പുണ്ടോ. ഉപ്പുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഗൈസ്. ഉണ്ടോ? ഉപ്പ് കുറച്ചുകൂടി വേണം. സോ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്തു നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മളിനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് തൈര് ആഡ് ചെയ്യണം. പക്ഷേ തൈര് ആഡ് ചെയ്തിട്ട് പിന്നെ മാങ്ങ ഇടുകയാണെന്നുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും അല്ലേ? തൈര് തിളയ്ക്കാൻ പാടില്ല. തൈര് അപ്പം തിളയ്ക്കാൻ പാടില്ല അത്ര. അതുകൊണ്ട് ആദ്യം നമ്മൾ മാങ്ങ ഇടും, then അത് കഴിഞ്ഞിട്ട് തൈര് ഇടും അല്ലേ? തൈര് ഒഴിച്ച്. സോ അപ്പോൾ മാങ്ങ എടുത്തിട്ടെ. നമ്മൾ ഓരോ മാങ്ങ ഇട്ടെടുത്തിടാൻ പോവാ. മാങ്ങാതെ പൊങ്ങിയിരിക്കും. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത്രയും വലിയ മാങ്ങ കാണിക്കുന്നത് പറ്റത്തില്ല. എന്നാലും നമ്മുടെ കൊതി കൊണ്ട് ഈ മാങ്ങ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചെറിയ മാംഗോ ആയിരുന്നു വേണ്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഗ്രേവി നമ്മൾ കുറച്ചുകൂടി കൂട്ടി അത്രയും കൊണ്ടുവരണം. പക്ഷേ ഇത്രയും 3 മാങ്ങയ്ക്ക് വേണ്ടി അത്രയും ഗ്രേവി കാര്യമില്ല. ഓ, ഇതിലെ കിടന്ന് മാങ്ങ വേവുകയും വേണോ? അപ്പം ടഫാണല്ലോ. എന്നാലല്ലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. അടച്ചു വെച്ചാലോ? അപ്പോൾ കുറച്ച് നേരം ഇത് അടച്ചു വെച്ച് നമുക്ക് എങ്ങനെയെങ്കിലും വേവിക്കാൻ നോക്കാം. ഏകദേശം കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും ഒരു ഇതിൻ്റെ അകത്ത് നിന്ന് സാധനം വേകാനും കുറച്ച് പാടാണ്. അതുകൊണ്ട് ഒന്ന് ഞെക്കി നോക്കിയപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ തൈര് ആഡ് ചെയ്യുക. തൈരും കൂടി ആഡ് ചെയ്യുന്നു. മാങ്ങായ്ക്ക് പുളിയില്ലാത്തതുകൊണ്ടാണ് അല്പം തൈര് ഒഴിച്ചത്. ഓക്കെ, അപ്പം മാങ്ങയ്ക്ക് പുളി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തൈര് ആഡ് ചെയ്താൽ മതി. അപ്പം മാങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിൽ തൈര് വേണ്ടേ? മാങ്ങയ്ക്ക് ശരിക്കും മാംഗോയും മാങ്ങയും കൂടി മിക്സായിട്ട് മാങ്ങ എന്ന് പറയുന്നത്. മാങ്ങയ്ക്ക് പുളി ഉണ്ട് എന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫൈനലി കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി അല്ലേ? അപ്പം റെഡി ആയില്ലേ? ഇത്രയേ ഉള്ള പരിപാടി. ഇത്ര സിമ്പിളാണ് മാങ്ങ പുളിശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ മാങ്ങയ്ക്ക് പുളി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തൈര് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മാങ്ങയ്ക്ക് പുളി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം തൈര് ആഡ് ചെയ്താൽ മതി. ഈ മാങ്ങയ്ക്ക് ഇപ്പം പുളി കുറവാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ തൈര് ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മാങ്ങാപ്പുളിശ്ശേരി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ മാങ്ങാപ്പുളിശ്ശേരി മാത്രമായിട്ട് കഴിക്കാൻ അത്ര വലിയ രസമില്ല. രസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ബട്ട് അതിൻ്റെ കൂടെ ഒരു ബീഫിൻ്റെ ഒരു ഐറ്റം കൂടി വരുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം സ്നേഹയുടെ മമ്മി എനിക്ക് കുറച്ച് ബീഫ് റോസ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ബീഫ് റോസ്റ്റും മാമ്പഴ പുളിശ്ശേരി നല്ല ചൂട് ചോറും കൂടി വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ ഞാൻ ചോറെടുത്തു. ഇനി ബീഫും നമ്മുടെ മെയിൻ സാധനം മാങ്ങാ പുളിശ്ശേരി, പിന്നെ കുറച്ച് തോരനുണ്ട്. തോരൻ എനിക്ക് വേണ്ട. അപ്പോൾ ആദ്യമേ കുറച്ച് ബീഫ് എടുക്കാം. സ്നേഹയുടെ മമ്മിയുടെ ബീഫാണ് കേട്ടോ, രക്ഷയില്ല. ഓൾറെഡി ഞാൻ കഴിച്ചതാ. ഇനിയിപ്പം മാങ്ങാ പുളിശ്ശേരി കൊടുത്ത് കഴിക്കുമ്പോൾ കുറച്ചുകൂടി വൈബായിരിക്കും. ഒരു സവാളയും കൂടി ഇരിക്കട്ടെ. ഇത് നമ്മുടെ മെയിൻ സാധനം മാങ്ങാ പുളിശ്ശേരി. കുറച്ച് ഗ്രേവിയും കൂടി കൂട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ മാങ്ങാ പുളിശ്ശേരി കൂട്ടിയുള്ള ലഞ്ച് കഴിച്ചു നോക്കട്ടെ. മാങ്ങയുടെ മധുരം, ബീഫിൻ്റെ എരിവ് എല്ലാം കൂടി നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മാങ്ങാ പുളിശ്ശേരി. ഇപ്പം ട്രൈ ചെയ്ത് നോക്കാൻ നേരം എല്ലാവരും ഉണ്ടായി കഴിക്കാറുള്ള സാധനം അറിയാം. എന്നാൽ ഈ ഒരു കോമ്പിനേഷൻ ബീഫും മാങ്ങാ പുളിശ്ശേരിയും കൂടി When we started to short, we started crave. Oh, I pray the Lord to free me. I've fallen for a dead love that anyway couldn't be. I've been searching for the light that could just open my eyes. Oh no, sixth floor right now. Please help me stay. I don't know where's my soul. So we had a happy lunch with our very own മാങ്ങാ പുളിശ്ശേരി. ഈ മാങ്ങാ പുളിശ്ശേരിക്കുള്ള ആകെ ഒരു ഡ്രോബാക്ക് എന്താണെന്നറിയോ? കഴിച്ച് കഴിയുമ്പം ഇതിൻ്റെ നാര് നമ്മുടെ പല്ലിൻ്റെ അടങ്ങി കയറിയിരിക്കും. അത് കൈ കഴുകാൻ പോകുമ്പോൾ ഒരു ചെറിയ ടാസ്ക്കാണ് പല്ല് നല്ലപോലെ ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേഷൻ വരുമോ ഈ നാര് പല്ലിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നതിൻ്റെ. അതൊഴിച്ചാൽ മാങ്ങാ പുളിശ്ശേരിക്ക് ഞാനൊരു 10 മാർക്കും കൊടുക്കും. So that's it for today. See you in my next vlog. Bye.